വാസ്തവ്യത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെക്കോട്ട് തലവെച്ച് ഉറങ്ങാമോ? ഉറങ്ങാൻ ദിക്ക് നോക്കണം. എങ്ങോട്ട് തലവെച്ചുറങ്ങണം എന്ന് പറയുന്നതിന് മുമ്പ് കിടപ്പുമുറിയുടെ സ്ഥാനം ഇക്കാര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. സാധാരണയായി ഒരു വീടിൻ്റെ ഏത് ഭാഗത്തും കിടപ്പുമുറി സജ്ജീകരിക്കാവുന്നതാണ്. പ്രധാനമായും കിടപ്പുമുറി തെക്ക് പടിഞ്ഞാറോ പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറോ പണിയാവുന്നതാണ്. തെക്ക് കിഴക്ക് ദിശയിൽ കിടപ്പുമുറി പണിയുകയും ആ സ്ഥാനത്തല്ലാതെ മറ്റൊരു സ്ഥാനം ഇല്ലാതെ വരുമ്പോൾ ബെഡ് തെക്ക് കിഴക്കേ മൂലയിൽ നിന്നും മാറ്റി സ്ഥാപിക്കേണ്ടതാണ്. പ്രകൃതിയുമായി ബന്ധമുണ്ടാകുവാൻ ധാരാളം വായു സഞ്ചാരമുള്ളതാവണം കിടപ്പുമുറികൾ. എങ്ങോട്ട് തലവെച്ചുറങ്ങണം എന്ന് വാസ്തുവിദ്യ സംബന്ധിച്ച് പൗരാണിക ഗ്രന്ഥങ്ങളിലും ഒന്നും ആധികാരികമായി പറയുന്നില്ല. കാന്തത്തിന് ആകർഷണ ശക്തി നൽകുന്നത് കാന്തിക ബലരേഖകൾ എന്ന മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് ആണ്. ഈ ബലരേഖകൾ ഉൾപ്പെടുന്ന കാന്തിക മണ്ഡലമാണ് കാന്തിക ബലക്ഷേത്രം. ഓരോ കാന്തത്തിനും തെക്കൻ ധ്രുവവും വടക്കൻ ധ്രുവവും ഉണ്ട്. തെക്ക് നിന്നാരംഭിക്കുന്ന ബലരേഖകൾ വടക്കേ അഗ്രത്തിലാണ് അവസാനിക്കുന്നത്. മേൽപ്പറഞ്ഞ കാന്തിക ബലരേഖകൾ ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും പുറപ്പെട്ട് ഉത്തര ധ്രുവത്തിൽ അവസാനിക്കുന്നു. ഭൂമിയുടെ ശക്തമായ ആകർഷണ ശക്തി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ നേർത്ത നിലയിലാണെങ്കിലും മനുഷ്യ ശരീരത്തിലും ഇത്തരമൊരു കാന്തിക മണ്ഡലം പ്രവർത്തിക്കുന്നു. വടക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവും മനുഷ്യ ശരീരത്തിലെ കാന്തിക മണ്ഡലവും തമ്മിൽ വിരുദ്ധ ആകർഷണ ശക്തി ഉണ്ടാകുന്നു. ഇത് കാരണം അസുഖങ്ങൾക്കും കാരണമാകുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം വെളിപ്പെടുത്തുന്നു. ഈ വിഷയത്തിൽ നടന്ന ശാസ്ത്രീയ ഗവേഷണങ്ങളും പഠനങ്ങളും തെളിയിക്കുന്നത് തെക്കോട്ട് തലവെച്ചുറങ്ങണം എന്ന് തന്നെയാണ്. നമസ്കാരം.